കൊനിച്ചിവ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ചെക്കൗട്ടായി പുറത്ത് തന്നെ ഇരിക്കുകയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. 11 മണിക്കാണ് ചെക്കൗട്ട് ആയത്. പുറത്ത് കുറച്ച് കസേരകളും വെൻഡിങ് മെഷീനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഇരുന്ന് ഇന്നത്തെ പരിപാടി ഇങ്ങനെ ആലോചിക്കുകയാണ്. അവർ മെസ്സേജ് അയച്ചാൽ അങ്ങോട്ട് പോകണമല്ലോ. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഞാൻ ഫോണിൽ നോക്കിയപ്പം 35 ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് ഇപ്പോൾ രാവിലെ തന്നെ. അപ്പോൾ ഇവിടെ ഈ വെയിലത്തോടെയുള്ള നടപ്പല്ലേ. അപ്പോൾ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. നല്ല വെയിലത്തോടെ ഇങ്ങനെ നടന്നു പോകണം. സൈഡിൽ കുറച്ച് തണലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഹോസ്റ്റലിനടുത്ത് തന്നെ ഒരു കട കണ്ടു കേട്ടോ. ഇന്നലെ ഞാൻ വന്നപ്പോൾ കണ്ടാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ. അതും പാവയ്ക്കൊക്കെ ഇരിക്കണം. പാവയ്ക്കൊന്നും എല്ലായിടത്തും കിട്ടില്ലല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് പാവയ്ക്ക, കുറേ പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാവയ്ക്കാണല്ലോ. പാവയ്ക്കത്തിയിലാണ് എനിക്കിഷ്ടപ്പെട്ട കറി. അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് അടിപൊളി പച്ചക്കറികളായിരുന്നു കേട്ടോ. നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു കലക്കിയാനെ. നീ കലക്കുകയാണോടി കൊച്ചു ഗള്ളി എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്തായാലും സവാളയൊക്കെ ഉണ്ടായി, വെള്ള സവാളയാണ്. അങ്ങനെ അതെല്ലാം കണ്ടു കേട്ടോ. നല്ല ചെറിയൊരു ഷോപ്പായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ലീവിന് പോയി കഴിഞ്ഞപ്പോഴേക്കും കുക്കിംഗ് ഒക്കെ തുടങ്ങാൻ ഒത്തിരി താമസം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊന്നും ആവത്തില്ല, എപ്പോഴാണ് റെഡി ആവണമെന്ന് അറിയത്തില്ല. എന്തായാലും കുക്കിംഗ് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം സെറ്റാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ബഡ്ജറ്റൊക്കെ കുറയ്ക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളൂ കേട്ടോ. എനിക്ക് രാവിലെ എന്ന് പറയുമ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്തു. ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നു. അങ്ങനെ നടന്നൊക്കെ വരുമ്പോഴേക്കും 10-12 മണി ഉച്ചയുടെ സമയമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ വന്നേക്കണേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ഒരു 7-Eleven കണ്ടു അവിടെ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊന്നും കാണാത്തതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ 7-Eleven തന്നെ കയറാമെന്ന് വിചാരിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ 7-Eleven കയറുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ 7-Eleven ഇതുവരെ ഞാൻ കയറിയിട്ടില്ല, 7-Eleven. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ, ഭയങ്കര സന്തോഷം. ഡോറ് തുറക്കുമ്പോൾ തന്നെ ടെങ് ടെങ് എന്നുള്ള സൗണ്ടും അതിൻ്റെ AC യുടെ തണുപ്പും എല്ലാം ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ. എന്തോ കുറേ നാട് വിട്ടു പോയിട്ട് തിരിച്ച് വന്ന പോലത്തെ ഒരു അവസ്ഥ. നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ കൺവീനിയൻസ് സ്റ്റോറിൻ്റെ. അപ്പോൾ ഐസ്ക്രീമുകളൊക്കെ ഇങ്ങനെ നിറച്ചിരിപ്പുണ്ട്. പിന്നെ കുടിക്കാനുള്ള സാധനങ്ങളും അതും ഇതൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ടോ. ഓരോ 7-Eleven അവരുടെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. നമ്മുടെ അവിടുത്തെയൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. ചില സ്ഥലത്തുള്ളത് ചില സ്ഥലത്ത് കാണില്ല. അങ്ങനെയൊക്കെ വരാറുണ്ട്. പല വെറൈറ്റീസ് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കി. എൻ്റെ കണ്ണ് എപ്പോഴും ഈ ചില്ലുകൂട്ടിലേക്കായിരിക്കും കേട്ടോ പോകുന്നത്. കാരണം അവിടെ ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ജപ്പാൻകാരുടെ സ്പെഷ്യലായിട്ടുള്ളത്. അതിൽ നാനാ ചിക്കിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു നാനാ ചിക്കി തിന്ന് ഇച്ചിരി വെള്ളം കുടിച്ചാലും മതി കേട്ടോ. ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ എന്തായാലും ഒരു നാനാ ചിക്കി, ഒരു സാൾട്ടി, ഒരു ചിക്കൻ ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ എടുക്കുന്നുണ്ട്, നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പണ്ട് ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഷോർട്ട് വീഡിയോയിലൊക്കെ. പിന്നെ ചിക്കൻ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. പല കൺവീനിയൻസ് സ്റ്റോറും പല രീതിയിൽ ഉണ്ട്. അതൊക്കെ ഞാൻ പോകെ കാണിക്കാം. അപ്പോൾ എന്തായാലും ലൈറ്റായിട്ട് ഇത് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ അങ്ങ് തള്ളി നീക്കിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പുറത്ത് നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര മാനേഴ്സ് അല്ല കേട്ടോ. അതുപോലെ നടന്നുകൊണ്ട് ഓടിക്കൊണ്ടൊക്കെ ഫുഡ് കഴിക്കുക, അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല പബ്ലിക്കായിട്ട്. അല്ലെങ്കിൽ കൺവീനിയൻസ് സ്റ്റോറിൻ്റെ സൈഡിൽ തന്നെ സ്ഥലമുണ്ട്. ഇതിപ്പോൾ റോഡ് സൈഡിലല്ലേ കറക്റ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ പാർക്കിംഗ് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് ചായ കുടിക്കുകയോ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ആൾക്കാർ. ഇത് കറക്റ്റ് റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് സ്ഥലമൊന്നുമില്ല നിൽക്കാൻ. അപ്പം ഞാൻ എന്തായാലും ഒരു പാർക്ക് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ പാർക്ക് കണ്ടു കേട്ടോ. ഒരു 350 മീറ്റർ ദൂരമായിരുന്നു. അങ്ങോട്ടേക്കുള്ളൊരു പ്രയാണമായിരുന്നു. നടപ്പെന്ന് പറയാൻ പറ്റില്ല, പ്രയാണം എന്ന് തന്നെ പറയണം. കാരണം ഭയങ്കര വെയിലായിരുന്നു. ചുട്ടുപൊള്ളി കാവടി തുള്ളിയാണ് അവിടെ ഞാൻ എത്തിയത്. അങ്ങനെ പാർക്കിലെത്തി. ഇപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ നോക്കുമ്പോൾ അയ്യോ പാർക്കിൽ ഫുള്ളും വെയിലാണല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ അവിടെ മരമൊക്കെ ഉണ്ട് കേട്ടോ. മരങ്ങളുടെ തണലിരിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി. അപ്പം എടുത്തായിരുന്നു ഇവിടം വരെ ചുമക്കേണ്ട വന്നേനെ. അപ്പം ചിക്കൻ്റെ കൂടെ ചിക്കൻ ഇറങ്ങി പോകണമല്ലോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു. 2 വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ വേറെ കുറേ ടൈപ്പ് ഡ്രിങ്ക്സ് ആയിരുന്നു കേട്ടോ. ഇതിലാണ് വെള്ളമൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്നൊരു വെള്ളം എടുത്തു. അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. വെയിൽ ഭയങ്കര വെയിലാണ്, ഒട്ടും സഹിക്കാൻ പറ്റാത്ത വെയിലാണ്, ചുമ്മാ നടന്നിട്ട് പോലും. അപ്പോൾ ഈ ഔട്ട്സൈഡ് വർക്ക് ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒന്ന് ആ കാര്യം ആലോചിച്ച് നോക്കിയേ. ഞാൻ കഴിഞ്ഞ തവണ ഈ ടൈമിലാണ് നാട്ടിലേക്ക് പോയത്. ഔട്ട്സൈഡ് വർക്കിൽ നല്ല പണി കിട്ടി, ഞാൻ മടുത്ത്, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചു. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഓടി നടന്നുള്ള ഷൂട്ടിങ്ങൊക്കെ ആയിരുന്നു. ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ ചിരിച്ചൊക്കെ കാണിച്ചു. ഞാൻ എൻ്റെ ഷൂട്ട് തുടങ്ങി. അങ്ങനെ പയ്യെ അവിടെ ഇരുന്നു. മരത്തിൻ്റെ ചുവട്ടിലാണ് നമ്മളിരിക്കണേ. ആൽമരമൊക്കെ പോലെ ഒരു മരമുണ്ട് അവിടെ. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരോ കഷ്ണങ്ങളാണ്. അതിൽ ഓരോ കഷ്ണത്തിൽ ഞാനും കയറിയിരുന്നു. പിന്നെ ഷൂട്ടിൻ്റെ ആൾക്കാരാണ് കേട്ടോ അത് കഴിഞ്ഞ് പോകുന്നത്. കണ്ടോ, ലൈറ്റ് മറ്റേ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനം, അങ്ങനെയൊക്കെ തെർമോക്കോൾ വെക്കുന്ന പോലെ അങ്ങനെ എന്തൊക്കെയോ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അവർ അപ്പുറം ഇപ്പുറം മാറി ഓടി നടന്നൊക്കെ ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നാനാ ചിക്കി ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി കാണിക്കാം കേട്ടോ.
പ്രോട്ടീൻ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇതിലേക്ക് അങ്ങ് ആക്കിയതാണ്. ഇനി അടുത്ത ദിവസം സാലഡ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുമ്പം അത് നമുക്കിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഫുഡ് വ്ളോഗൊക്കെ പോലത്തെ വീഡിയോ ആക്കാം. അത് സിമ്പിളല്ലേ, രസമല്ലേ. അപ്പോൾ അങ്ങനെ മരത്തണലിലിരുന്ന് ഒരാൾ ചിക്കൻ കഴിക്കാൻ പോവുകയാണ്. നാനാ ചിക്കി എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നല്ല എന്താ പറയുക, നല്ല അകത്ത് നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. ഒരു തവണ തിന്നാൽ പിന്നെയും തിന്നാൻ തോന്നും കേട്ടോ. അങ്ങനത്തെ ടൈപ്പ് ഒരു ചിക്കനാണ്. ഞാൻ ജോലി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഇതോരനൊക്കെ മേടിച്ച് കഴിക്കാറുണ്ടായിരുന്നു. എല്ലാവരും ജപ്പാനിൽ വന്ന എല്ലാവരും തന്നെ ഇത് കഴിച്ചിട്ടുണ്ടാവും കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന്. ഇത് കാണുമ്പോൾ നമുക്ക് മേടിക്കാതിരിക്കാനും തോന്നില്ല. ആ ചില്ലുകൂട്ടിൽ നല്ല വെട്ടമൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ പ്രോട്ടീൻ അല്ലേ. പണ്ട് ഞാൻ വിചാരിച്ചു, ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയായിരുന്നു ചിക്കൻ കഴിക്കില്ല, തടി വെക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ തന്നെയാണ് പറഞ്ഞു തന്നത് ഇത് പ്രോട്ടീനാണ് ബ്രോ, അങ്ങനെ വണ്ണമൊന്നും വെക്കില്ല എന്ന്. ഇപ്പം അറിയാം പ്രോട്ടീനാണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ റെസിപ്പി ഒന്നും എനിക്കറിയത്തില്ല. ഒരു ദിവസം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു നാട്ടിൽ വെച്ചിട്ട്. പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് നോക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് എളുപ്പമായിരിക്കുമല്ലോ. നമ്മൾ പെട്ടെന്ന് ജോലിയൊക്കെ റെഡി ആയി സെറ്റിൽ ആവുകയാണെങ്കിൽ നമുക്ക് ട്രൈ നോക്കാം കേട്ടോ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും എൻ്റെ കൂടെ വേണം. എനിക്കറിയാം 2 വർഷമായിട്ട് നമ്മൾ എന്നെ മറക്കാതെ എൻ്റെ വീഡിയോസ് കണ്ടും അതുപോലെ എന്നാ പോകുന്നതെന്നൊക്കെ ചോദിച്ച് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. മറക്കില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ജോലിയും വിസയും കാര്യങ്ങളെല്ലാം റെഡിയാവും. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ എനിക്ക് വേണം. അതെൻ്റെ ഒരു ബലമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാൾട്ടി ഒരു ചിക്കനാണ്. ഇതും ഞാൻ വല്ലപ്പോഴൊക്കെ അവിടെ നിന്ന് കഴിക്കാറുണ്ട്. പക്ഷേ നാനാ ചിക്കിയാണ് എൻ്റെ ഫേവറേറ്റ്. ഇതും നല്ല ടേസ്റ്റുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ രണ്ടും മാറി ഒക്കെ ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ നാനാ ചിക്കിയിലേക്ക് മാത്രമായിട്ട് മാറി. ഇത് കാണുമ്പോൾ തന്നെ നല്ല മുരുമുരാന്നിരിക്കുന്നുണ്ടല്ലോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എനിക്കിങ്ങനെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് അതിനോടായിരിക്കും കൂടുതലൊരിത്. പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്ത് പോകുന്ന അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് കുറവാണ്. പക്ഷേ എന്നാലും ഇത് ഇടയ്ക്കൊക്കെ ഇത് മേടിക്കട്ടെ. ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് 2 ടൈപ്പ് മേടിച്ചത്. അല്ലെങ്കിൽ 2 നാനാ ചിക്കി അല്ലെങ്കിൽ 1 നാനാ ചിക്കി, അങ്ങനെയായിരുന്നു ഞാൻ മേടിക്കുള്ളൂ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്, നല്ലൊരു സാൾട്ടി ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ നാട്ടിൽ വെച്ച് മിസ് ചെയ്തായിരുന്നു. ഇത് കണ്ടോ, ഇതും അകത്ത് നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റാണ്. രണ്ടിനും വേറെ ടേസ്റ്റ് ആണെങ്കിലും നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. പറയുമ്പോൾ തന്നെ നാവിൽ പിന്നെയും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഇച്ചിരി വെള്ളം കുടിക്കാൻ തോന്നി കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. മരത്തിൻ്റെ ചുവട്ടിലാണെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഔട്ട്സൈഡ് വർക്കൊക്കെ ഈ സമയത്ത് ആൾക്കാർ ചെയ്യുന്നത്? നമ്മൾ ക്യോത്തോയിൽ പോയി ഇതിൻ്റെ ഇരട്ടി ചൂടായിരിക്കും കേട്ടോ. കഴിഞ്ഞ തവണ അറിയാലോ, ആ വീട് വിളിക്കുന്ന പണിയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ചൂടും പ്രശ്നമൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദൂരം വെള്ളം കുടിക്കുമായിരുന്നു അറിയാം. അങ്ങനെ പിന്നെ പാർക്കിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ, എല്ലാം ചുട്ട് പഴുത്ത് കിടക്കുവാണ് പിള്ളേരുടെ റൈഡുകളൊക്കെ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ ബ്രേക്ക് ടൈമിൽ ഫുഡ് കഴിക്കാനൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു. 1-2 പേര് ആദ്യം ഇടയ്ക്കൊക്കെ വന്നിട്ട് പോയി. പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇവർ ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ 1-2 പേര് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേ ആൾ ലഞ്ച് കഴിച്ചിട്ട് നേരെ പോവാണ്. ഇതിനിടയ്ക്ക് ഒരു അപ്പൂപ്പൻ വന്നായിരുന്നു. പിന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ആൾക്കാർ വരും കേട്ടോ. അവർ വന്ന് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഒരു പാർക്കെന്ന് ഉദ്ദേശിച്ച് ചുമ്മാ വൈകിട്ട് പിള്ളേരെ കൊണ്ടുവരാൻ മാത്രമായിട്ടുള്ളൊരു സാധനമല്ല ഇവിടെ. എല്ലാ സമയത്തും ആർക്ക് വേണമെങ്കിലും വന്നിരിക്കാനും ഫുഡ് കഴിക്കാനും കിടക്കാനും. ചിലർ കിടന്നുറങ്ങിയിട്ടൊക്കെ പോട്ടൊക്കെ ഒക്കെ ടൈമിൽ, ബ്രേക്ക് ടൈമിൽ. അതുപോലെ ഇത് കണ്ടോ, കുഞ്ഞു പിള്ളേരെയൊക്കെ നടത്തിക്കാനൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ പാർക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. വലിയ പാർക്കല്ലായിരുന്നു, എന്നാലും അങ്ങനെ കുറേ നേരം കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫോൺ വിളിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല ദാഹം. അപ്പം ഞാനൊരു ഡ്രിങ്ക് വെൻഡിങ് മെഷീനിൽ പോയി എടുത്തു. അത് കുടിച്ചു, നല്ല തണുപ്പോടുകൂടി കുടിച്ചു. ലെമണിൻ്റെ ഡ്രിങ്കായിരുന്നു, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ പണ്ടൊക്കെ കുടിക്കാറുള്ള ഒരു സംഭവമായിരുന്നു. ഒരിടയ്ക്ക് ഇതുപോലെ ഒരു അഡിക്ഷനായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാനത് കുറച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ടോക്കിയോയിലേക്ക് പോവുകയാണ്. ലോക്കറിൻ്റെ കാര്യം നോക്കണം കേട്ടോ. ലോക്കർ ഇന്നും ഒന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ 24 മണിക്കൂറല്ലേ ഉള്ളൂ. മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജ് വരും. അപ്പോൾ എന്തായാലും അതൊന്ന് മാറ്റി ആ ലോക്കർ തന്നെ വെക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലഗേജ് നല്ലൊരു പണിയാണ് എനിക്ക് തന്നത്. പോകുന്നിടത്തൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല, എന്നത് കളയാൻ പറ്റില്ല, ആവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തല്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി. അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ മാറായിരുന്നു, ഓരോ വീഡിയോയും ഓരോ ഡ്രസ്സിൽ ചെയ്യായിരുന്നു. ഡ്രസ്സെല്ലാം അടുക്കി നല്ല ഭദ്രമാക്കി ലോക്കറിൽ വെച്ചേക്കുക. എന്നിട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് നടക്കണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തക്കദാനോബാബയിലെത്തി. അതും നല്ല സിറ്റി ആയിരുന്നു കേട്ടോ. രാത്രി കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ട്. സ്റ്റേഷനിൽ ഇരുന്ന് കാണുമ്പോൾ തന്നെ നല്ല ഇതുണ്ട്. അപ്പോൾ അങ്ങനെ അത് കണ്ടു. പിന്നെ ട്രെയിനുകൾ പെട്ടെന്ന് വരും. അവിടെ അധികം നേരം നിൽക്കാനൊന്നും പറ്റിയില്ല. ഒരു ക്ലിപ്പ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ചറപറാന്ന് അപ്പുറത്തും ഇപ്പുറത്തും ട്രെയിൻ വന്നു തുടങ്ങി. നല്ല തിരക്കായി തുടങ്ങി. ഞങ്ങളുടെ ട്രെയിനും സൈഡിൽ കൂടെ വന്നു. അപ്പോൾ അങ്ങനെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ പോയി ഇന്ന് ലോക്കറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒന്ന് മാറ്റി വെച്ച് എന്നിട്ട് പിന്നെ ഹോസ്റ്റലിലേക്ക് വരണം. പിന്നെ വലിയ ചീപ്പായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, 2-3 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ. പിന്നെ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, നമ്മുടെ ലൈഫ്, നമ്മുടെ സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇനി തിരക്കിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.